സോഷ്യോ പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പ്രഷർ ബെൽറ്റുകൾക്ക് ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകൾക്കിടയിൽ വീശുന്ന പ്ലാനറ്ററി വിൻസും ഒക്കെ നമ്മൾ നോക്കി. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പീരിയോഡിക് വിൻസ് ആണ്, കാലിക വാദങ്ങളാണ്. ഇവിടെ നമ്മൾ നോക്കാം ഒന്നുകൂടെ. യു ഹാവ് ലേൺ ദാറ്റ് ദി പ്ലാനറ്ററി വിൻസ് ആർ പെർമനന്റ് വിൻസ് ബ്ലോയിങ് ബിറ്റ്വീൻ ദി ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് ത്രൂ ഔട്ട് ദി ഇയർ. വർഷം മുഴുവൻ ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകൾക്കിടയിൽ വീശുന്ന പെർമനന്റ് വിൻഡ് ആണ്, സ്ഥിരമായിട്ടുള്ള കാറ്റുകളാണ് ഇത് പ്ലാനറ്ററി വിൻസ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നോക്കിയതാണ്. ഈ പറയുന്നത് പോലെ താഴ്ന്ന് ബേക്കൊന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ പോളാർ ഈസ്റ്റേർലീസ്, അതേപോലെ തന്നെ വെസ്റ്റേർലീസ്, അതേപോലെ ട്രേഡ് വിൻസ്, ഇതൊക്കെയാണ് ഇത് പ്ലാനറ്ററി വിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം അതെന്താണ്, അതിന്റെ പ്രത്യേകത എന്താണ്? അത് പെർമനന്റ് വിൻസ് ആണ്. അതേപോലെ ബ്ലോയിങ് ബിറ്റ്വീൻ ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകൾക്കിടയിൽ വീശുന്നതാണ്. അതേപോലെ ത്രൂ ഔട്ട് ദി ഇയർ, വർഷം മുഴുവൻ ഒരേ ദിശയിൽ വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റുകളാണ്. സോ ദർ ആർ ഓൾസോ വിൻസ് ഓഫ് സീസണൽ ആൻഡ് ലോക്കൽ ഒക്കറൻസസ്. അപ്പൊ ഈ പെർമനന്റ് വിൻസ് അല്ലാതെ എങ്ങനത്തെ കാറ്റുകളുമുണ്ട്? ദർ ആർ ഓൾസോ വിൻസ് ഓഫ് സീസണൽ ആൻഡ് ലോക്കൽ ഒക്കറൻസസ് എന്ന് വെച്ചാൽ ചില പ്രത്യേക ഇടവേളകളിൽ ആവർത്തിച്ച് വീശുന്ന കാറ്റുകൾ, സീസണൽ ആയിട്ട് വീശുന്ന കാറ്റുകൾ, ചില പ്രത്യേക സീസൺസിൽ മാത്രം വീശുന്ന കാറ്റുകളുണ്ട്. അതേപോലെ തന്നെ ചില പ്രദേശങ്ങളിൽ മാത്രം, ചില പ്രാദേശികമായിട്ട് ചില ഭാഗങ്ങളിൽ മാത്രം വീശുന്ന കാറ്റുകളൊക്കെയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാറ്റുകളെ കുറിച്ചും കൂടി നമുക്കൊന്ന് നോക്കാനുണ്ട്. അപ്പൊ ഏറ്റവും ആദ്യം അടുത്ത ഹെഡിങ് പീരിയോഡിക് വിൻസ് എന്നാണ് പറയുന്നത്. പീരിയോഡിക് വിൻസ് എന്ന് പറഞ്ഞാൽ കാലിക വാദങ്ങൾ എന്നർത്ഥം. Periodic winds are winds that repeat at regular intervals of time and can be seasonal or diurnal. അതായത് നിശ്ചിത ഇടവേളകളിൽ മാത്രം, റെഗുലർ ഇന്റർവെൽസിലാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിച്ചുണ്ടാകുന്ന കാറ്റുകളാണ് കാലിക വാദങ്ങൾ എന്ന് പറയുന്നത്. അതെങ്ങനെയൊക്കെ ആവാം? ക്യാൻ ബി സീസണൽ ഓർ ഡയണൽ. അതായത് പ്രത്യേക സീസൺസിൽ മാത്രം, ഋതുക്കളിൽ മാത്രം, ചില പ്രത്യേക സീസൺസിൽ മാത്രം വീശുന്ന കാറ്റുകളാവാം. ഓർ ഡയണൽ. ഡയണൽ എന്ന് പറയുമ്പോൾ എന്താ? നിത്യേന, ദൈനംദിനമായിട്ട്. ഇപ്പൊ രാവിലെ വീശുന്ന കാറ്റ്, രാത്രി വീശുന്ന കാറ്റ്, ആ രൂപത്തിൽ. ഉദാഹരണം പറയുകയാണെങ്കിൽ സീ ബ്രീസ് ആൻഡ് ലാൻഡ് ബ്രീസ്, കടൽക്കാറ്റും കരക്കാറ്റും ഒക്കെ, അതൊക്കെ ഡയണലാണ്. അപ്പൊ അങ്ങനെയുള്ള സീസണൽ വിൻസും ഉണ്ട്, ഡയണൽ വിൻസും ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ മൊത്തത്തിൽ നമുക്ക് പീരിയോഡിക് വിൻസ് എന്ന് വിളിക്കാം, കാലിക വാദങ്ങൾ എന്ന് വിളിക്കാം. അപ്പൊ ഇവിടെ പറയുന്നു മൺസൂൺ വിൻസ് ആർ എക്സാമ്പിൾ ഫോർ സീസണൽ വിൻസ്. മൺസൂൺ കാറ്റുകൾ എന്തിന് ഉദാഹരണമാണ്? സീസണൽ വിൻസിന്, അഥവാ ചില പ്രത്യേക ഋതുക്കളിൽ സീസണിൽ മാത്രം ഉണ്ടാവുന്ന കാറ്റുകൾക്ക് ഉദാഹരണമാണ് മൺസൂൺ കാറ്റുകൾ. മൺസൂൺ നമുക്കറിയാം, നമ്മുടെ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ ഒരു പ്രത്യേക ഒരു സവിശേഷതയാണ് മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. ആ മൺസൂൺ കാറ്റുകൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് നല്ലൊരു മഴക്കാലം കേരളത്തിൽ പ്രത്യേകിച്ചും കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മൺസൂൺ എങ്ങനെ ഉണ്ടാവുന്നു, അതിന്റെ പ്രത്യേകതയൊക്കെ ഒന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ടെക്സ്റ്റ് ബുക്കിൽ അത് എക്സ്ട്രാ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുമുണ്ട്. ഈ ഒരു ചാപ്റ്ററിലും അതേപോലെ മറ്റൊരു ചാപ്റ്ററിലും മൺസൂൺ വിൻഡിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം. വാട്ട് ഈസ് മൺസൂൺ? എന്താണ് ഈ മൺസൂൺ എന്ന് പറഞ്ഞാൽ? ദി ടേം മൺസൂൺ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി അറബ് വേർഡ് മൗസം. ഇറ്റ് മീൻസ് വിൻഡ്സ് ദാറ്റ് ചേഞ്ച് ഡയറക്ഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് സീസൺ. ഈ മൺസൂൺ എന്ന വാക്ക് അറബി വാക്കായിട്ടുള്ള മൗസം എന്ന പദത്തിൽ നിന്ന് ഉണ്ടായതാണെന്ന് പറയുന്നു. ഇതിന്റെ അർത്ഥം എന്താണ്? ഇറ്റ് മീൻസ് വിൻഡ്സ് ദാറ്റ് ചേഞ്ച് ഡയറക്ഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് സീസൺ. അതായത് കാലത്തിനനുസരിച്ച് ദിശ മാറുന്ന കാറ്റുകൾ. കാലത്തിനനുസരിച്ച് ഡയറക്ഷൻ മാറുന്ന, ദിശ മാറുന്ന കാറ്റുകൾ എന്നാണ് അതിന്റെ അർത്ഥം. മൺസൂൺ ഈസ് ദ സീസണൽ റിവേഴ്സൽ ഓഫ് വിൻഡ് ഇൻ എ ഇയർ. മൺസൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സീസണൽ റിവേഴ്സൽ ഓഫ് വിൻഡ് ആണ്. ഒരു വർഷത്തെ തന്നെ ഒരു ഡയറക്ഷനിലേക്ക് വീശിയ കാറ്റ് ആ വർഷം തന്നെ തിരിച്ച് ഏത് ഡയറക്ഷനിലാണോ വീശിയത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിച്ചു വീശും. അങ്ങനെയുള്ളൊരു പ്രതിഭാസമാണ് എന്ത്? മൺസൂൺ എന്ന് പറയുന്നത്. അതായത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ, ഒരു വർഷ കാലയളവിനുള്ളിൽ തന്നെ കാറ്റിന്റെ ദിശ നേരെ വിപരീത ദിശയിൽ വീശും എന്നർത്ഥം. അപ്പോൾ ഏത് ഡയറക്ഷനിലാണോ ആദ്യം വീശുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആ വർഷം തന്നെ ഒരു നിശ്ചിത കാലം കഴിയുമ്പോൾ തിരിച്ചു വീശുന്ന പ്രതിഭാസമാണ് മൺസൂൺ എന്ന് പറയുന്നത്.
ഇവിടെ എക്സ്ട്രാ റീഡിങ്ങിന് ഒരു ബോക്സ് നമുക്ക് കാണാൻ പറ്റും. ദി അറബ് സ്കോളർ ഹിപ്പാലസ് വാസ് ദി ഫസ്റ്റ് ടു ഒബ്സർവ് ദി ഷിഫ്റ്റ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് മൺസൂൺ വിൻഡ്സ്. അതായത് അറബി പണ്ഡിതനായിട്ടുള്ള ഹിപ്പാലസിനെ പറ്റി പറയുകയാണ്. അദ്ദേഹമാണ് മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായിട്ട് നിരീക്ഷിച്ചത്. അതായത് മൺസൂൺ കാറ്റുകളുടെ പോക്കും ആ വർഷത്തിനുള്ളിൽ തന്നെ അതിന്റെ തിരിച്ചുവരവും മൺസൂൺ കാറ്റുകളുടെ മടങ്ങി വരവും ഒക്കെ ആദ്യമായിട്ട് നിരീക്ഷിച്ചിട്ടുള്ള ഒരു വ്യക്തി അറബി പണ്ഡിതനായിട്ടുള്ള ഹിപ്പാലസ് ആണെന്ന് ഇവിടെ പറയുന്നു. Many factors are responsible for the formation of monsoon winds like, അതായത് മൺസൂൺ കാറ്റുകൾ ഉണ്ടാവാൻ മൺസൂണിന്റെ രൂപപ്പെടലിന് പിന്നിൽ പല ഘടകങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചിലതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുന്ന കാര്യമാണ്. Many factors are responsible for the formation of monsoon wind. ഏതൊക്കെയാണ് മൺസൂൺ വിൻഡിന്റെ മൺസൂൺ കാറ്റുകളുടെ രൂപപ്പെടലിന് ഫോർമേഷനെ സഹായിക്കുന്ന ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന്, അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ, സൂര്യന്റെ ആയനം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആദ്യത്തെ യൂണിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് സൂര്യന്റെ ആ ഒരു മൂവ്മെന്റ്. മാർച്ച് 21, ജൂൺ 21, സെപ്റ്റംബർ 23, ഡിസംബർ 22, ഇങ്ങനെയുള്ള ഓരോ ഡേറ്റിലും സൂര്യന്റെ സ്ഥാനം എവിടെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. നോർത്ത് വേർഡ് മൂവ്മെന്റിന്, സൂര്യന്റെ നോർത്ത് വേർഡ് മൂവ്മെന്റിനെ നമ്മൾ ഉത്തരായനമെന്നും സൗത്ത് വേർഡ് മൂവ്മെന്റിനെ നമ്മൾ ദക്ഷിണായനമെന്നും ഒക്കെ നമ്മൾ വിളിക്കുമെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ആ ഒരു സൂര്യന്റെ മൂവ്മെന്റ്, അപ്പോൾ ദി അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ, മൺസൂൺ വിൻഡ് ഉണ്ടാവാനുള്ള ഒന്നാമത്തെ കാരണമാണ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ, സൂര്യന്റെ അയനം. ദെൻ കോറിയോലിസ് ഫോഴ്സ്, കോറിയോലിസ് പ്രഭാവം, കോറിയോലിസ് ബലം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. ദെൻ ഡിഫറൻസസ് ഇൻ ഹീറ്റിംഗ്, അഥവാ താപനത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ എന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ നമ്മുടെ വെള്ളം അതേപോലെ കര, ഈ രണ്ടും ഒരേപോലെയല്ല ചൂടാവുന്നതും ഒരേപോലെയല്ല തണുക്കുന്നതും. വളരെ പെട്ടെന്ന് കര, ലാൻഡ് ഏരിയ വളരെ പെട്ടെന്ന് ചൂടാവും, വളരെ പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. എന്നാൽ ഓഷ്യൻ ഏരിയ അല്ലെങ്കിൽ വെള്ളം അല്ലെങ്കിൽ സമുദ്രഭാഗങ്ങൾ സാവധാനത്തിൽ ചൂടായി സാവധാനത്തിൽ തണുക്കും. അപ്പോൾ ഈ ഒരു ഡിഫറൻസസ് ഇൻ ഹീറ്റിംഗ്, ഈ ഒരു ചൂടാവുന്നതിലുള്ള, താപം സ്വീകരിക്കുന്നതിലുള്ള അല്ലെങ്കിൽ താപം പുറത്തു വിടുന്നതിലുള്ള ഈ ഒരു ഡിഫറൻസ്, കരയുടെയും വെള്ളത്തിന്റെയും ഈ ഒരു ഡിഫറൻസ് ഒക്കെ എന്തിന് കാരണമാവുന്നുണ്ട്? ഒക്കെ മൺസൂൺ വിൻഡിന്റെ രൂപപ്പെടലിന് കാരണമാവുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഈ മൂന്ന് പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ശ്രദ്ധിക്കുക. സൺസ് റേസ് fall vertically to the north of equator during certain months due to the tilt of the Earth's axis. Sun's rays fall vertically to the north of the equator during certain months due to the tilt of the Earth's axis. അതായത് നമ്മുടെ അച്ചുതണ്ടിന്റെ ചരിവ് നമുക്കറിയാലോ, 23.5 ഡിഗ്രി ഇൻക്ലൈൻ ഒരു ചരിവ് നമ്മുടെ അച്ചുതണ്ടിനുണ്ട് അല്ലെ, 23.5 ഡിഗ്രി ചരിവുണ്ട്. അപ്പൊ ഈ അച്ചുതണ്ടിന്റെ ചരിവ് കാരണമായിട്ട് സൂര്യന്റെ പ്രകാശം, സൂര്യരശ്മികൾ ചില മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഭാഗത്ത്, നോർത്ത്, ഇക്വേറ്ററിന്റെ നോർത്തിലേക്കായിരിക്കും ചിലപ്പോൾ വേർട്ടിക്കലായിട്ട് പതിക്കുക. This leads to an increase in temperature along the region through which Tropic of Cancer passes. അതെന്തിന് കാരണമാവും? അത് ഈ പ്രദേശങ്ങളിൽ, ഈ ഭാഗത്ത് സൂര്യപ്രകാശം അങ്ങനെ വേർട്ടിക്കലായിട്ട് പതിക്കുന്ന ഈ ഭാഗത്തുള്ള പ്രദേശങ്ങളിൽ താപനില, ടെമ്പറേച്ചർ വർദ്ധിക്കാൻ കാരണമാവും. അപ്പൊ നമുക്കറിയാം ഇക്വേറ്ററിന്റെ നോർത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലാറ്റിറ്റ്യൂഡാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ അല്ലെ. അപ്പോൾ ദിസ് ലീഡ്സ് ടു ആൻ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ അലോങ് ദി റീജിയൻ ത്രൂ വിച്ച് ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസസ്. അപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ 23.5 ഡിഗ്രി ഉത്തരായന രേഖ, മലയാളത്തിൽ പറയാം നമുക്ക് ഉത്തരായന രേഖ എന്ന് പറയാം ട്രോപ്പിക് ഓഫ് ക്യാൻസർ. അപ്പോൾ ഈ ഒരു ഉത്തരായന രേഖ അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസ് ചെയ്യുന്ന ആ പ്രദേശങ്ങളിൽ ചൂട് കൂടാൻ, ടെമ്പറേച്ചർ കൂടാൻ അത് കാരണം ആ ഭാഗത്തേക്ക് സൂര്യപ്രകാശം വേർട്ടിക്കലായിട്ട് പതിക്കുമ്പോൾ അവിടെ എന്തുണ്ടാവും? അവിടെ ചൂട് കൂടും, നമുക്കറിയാം. ഓക്കെ, ദി പ്രഷർ ബെൽസ് ഓൾസോ ഷിഫ്റ്റ് സ്ലൈറ്റ്ലി നോർത്ത്വേർഡ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ദിസ്. അപ്പോൾ സൂര്യന്റെ സ്ഥാനം ഇപ്പോൾ എവിടെയുള്ളത്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്, ഈ പറയുന്ന ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ നേരെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സൂര്യന്റെ നോർത്ത് വേർഡ് മൂവ്മെന്റിന്റെ സമയത്ത് അല്ലെങ്കിൽ സൂര്യൻ നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഈ പ്രഷർ ബെൽറ്റുകളൊക്കെ എന്ത് ചെയ്യും? പ്രഷർ ബെൽറ്റുകളൊക്കെ ചെറിയ രൂപത്തിൽ നോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, സൂര്യൻ അതേപോലെ, സൂര്യന്റെ സ്ഥാനം അതേപോലെ സദേൺ ഹെമിസ്ഫിയറിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള പ്രഷർ ബെൽറ്റുകളൊക്കെ സൗത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇപ്പോൾ എവിടെയുള്ളത്? ഇപ്പോൾ നമ്മൾ പറഞ്ഞു ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ മുകളിലാണ് സൂര്യൻ ഉള്ളത്.
സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പ്രഷർ ബെൽറ്റുകളൊക്കെ എന്ത് ചെയ്യുന്നു, ഒരു സ്ലൈറ്റ് ആയിട്ട് വളരെ ചെറിയ രൂപത്തിലുള്ള ഒരു ഷിഫ്റ്റ്, നോർത്ത് വേർഡ് ഷിഫ്റ്റ് അത് കാണിക്കുന്നു. ആൻഡ് ദി സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് ഓൾസോ ക്രോസ് ദി ഇക്വേറ്റർ ആൻഡ് മൂവ്സ് ടുവേർഡ്സ് ദി നോർത്ത് ആസ് ദി ഇന്റർട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ മൂവ്സ് നോർത്ത് വേർഡ്സ് ഡ്യൂറിംഗ് ദി സമ്മർ ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ. ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഉണ്ട്, നമുക്ക് അതിലേക്ക് പോവാം. ആ ഒരു ചിത്രം നോക്കിക്കൊണ്ട് പറയാം. ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു, ഇപ്പൊ സൂര്യപ്രകാശം ഈ ഒരു ഭാഗത്തിന് വെർട്ടിക്കൽ ആയിട്ടാണ് ഏകദേശം കിട്ടുന്നത്. അങ്ങനെ കിട്ടുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഈ കാണുന്ന പ്രഷർ ബെൽറ്റുകളെല്ലാം തന്നെ എന്ത് ചെയ്യും, ഒരു നോർത്ത് വേർഡ് ഷിഫ്റ്റ് ഉണ്ടാവും. സൂര്യപ്രകാശം ഈ നോർത്തേൺ ഹെമിസ്ഫിയറിൽ കിട്ടുന്ന സമയത്ത് ഈ പറയുന്ന എല്ലാ പ്രഷർ ബെൽറ്റുകളും ഒരു നോർത്തിലേക്ക് ഒരല്പം ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ കാണുന്ന സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ്, ഇതിപ്പോ നിലവിൽ എവിടെയുള്ളത്, സദേൺ ഹെമിസ്ഫിയറിലാണുള്ളത്. സദേൺ ഹെമിസ്ഫിയറിൽ പിന്നെ ഏത് വിൻഡ് ആണെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിന്റെ ലെഫ്റ്റിലേക്കാണ് ഡിഫ്ലക്ട് ചെയ്യുക, ഡേവിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പ്രകാരം ലെഫ്റ്റിലേക്ക് ചെരിഞ്ഞ് പതിക്കുന്ന ഒരു പിന്നെ കാറ്റിന്റെ ഡയറക്ഷനൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ഈ വിൻഡ് എന്ത് ചെയ്യും, ഈ പറയുന്ന ഇക്വേറ്ററും ഈ പറയുന്ന രണ്ട് വിൻഡുകൾ, ട്രേഡ് വിൻസ്, നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും രണ്ടും ജോയിൻ ചെയ്യുന്ന ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. അപ്പൊ സൂര്യന്റെ ഉത്തരായനത്തിന്റെ കാലഘട്ടത്തിൽ ഈ നോർത്ത് വേർഡ് ഷിഫ്റ്റിന്റെ സമയത്ത് ഈ പറയുന്ന ITCZ എന്ന് പറയുന്ന ആ ഒരു ഭാഗം, ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ, ഈ രണ്ട് ട്രേഡ് വിൻഡും ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗം എന്ത് ചെയ്യും, നോർത്തിലേക്ക് ഒരല്പം ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, പ്രഷർ കൂടുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ എവിടെയപ്പോ കൂടുന്നത്, ടെമ്പറേച്ചറിനനുസരിച്ച് അല്ലെങ്കിൽ സൂര്യന്റെ സ്ഥാനമാറ്റത്തിനനുസരിച്ച് ഈ പ്രഷർ ബെൽറ്റുകളൊക്കെ, എല്ലാ പ്രഷർ ബെൽറ്റുകളും ഒരല്പം നോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. നോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ഇക്വേറ്റർ ക്രോസ് ചെയ്യും. ഓക്കെ, സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് ഇക്വേറ്റർ ക്രോസ് ചെയ്യും. ഇക്വേറ്റർ ക്രോസ് ചെയ്യുമ്പോൾ അത് നോർത്തേൺ ഹെമിസ്ഫിയറിലെത്തി. ഓക്കെ, ഈ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എവിടെ എത്തി, നോർത്തേൺ ഹെമിസ്ഫിയറിലെത്തി. നോർത്തേൺ ഹെമിസ്ഫിയറിലെത്തുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് കാറ്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ പോവാ, ടുവേർഡ്സ് ദി റൈറ്റ് ആണ്. അപ്പോൾ സദേൺ ഹെമിസ്ഫിയറിൽ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് ഈ ഇക്വേറ്റർ ക്രോസ് ചെയ്തുകൊണ്ട് നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് കയറുമ്പോൾ അതിന്റെ ഡയറക്ഷൻ എന്തായി, അതിന്റെ ഡയറക്ഷൻ മാറി അത് സൗത്ത് വെസ്റ്റ് ഡയറക്ഷന് വീശുന്ന കാറ്റായിട്ട് മാറും. ഓക്കെ, സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ വീശുന്ന കാറ്റായിട്ട് മാറും. ഞാനൊന്ന് വരയ്ക്കാൻ ശ്രമിക്കാം. സദേൺ ഹെമിസ്ഫിയറിൽ ഈ ഡയറക്ഷനിൽ വീശുന്ന കാറ്റാണ്. എന്നാൽ ഈ പറയുന്ന എല്ലാ പ്രഷർ ബെൽറ്റുകളും എന്ത് ചെയ്യാണ്, എല്ലാ പ്രഷർ ബെൽറ്റുകളും ഒരല്പം നോർത്തിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എല്ലാ പ്രഷർ ബെൽറ്റുകളും നോർത്തിലേക്ക് മൂവ് ചെയ്യാണ്. അപ്പൊ ആ സമയത്ത് ഈ താഴെ നമ്മൾ കാണുന്ന ഈ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും എന്ത് ചെയ്യുന്നു, ഇക്വേറ്റർ ക്രോസ് ചെയ്യുന്നു. ഇക്വേറ്റർ ക്രോസ് ചെയ്താൽ നമുക്കറിയാം അത് അതിന്റെ സഞ്ചാര ദിശയുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ അങ്ങോട്ടാ പോവാ, റൈറ്റ് സൈഡിലേക്കാ പോവാ. അപ്പൊ ഡയറക്ഷൻ എങ്ങോട്ടായി, ഡയറക്ഷൻ ഇങ്ങോട്ടായിട്ട് മാറും. ഓക്കെ, ഇതാണ് ഏത്, നമുക്കറിയാം നോർത്ത് എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ നമ്മൾ കാണിക്കുകയാണെങ്കിൽ ഇതേതാ, ഈ ഭാഗം നോർത്ത് ആണ്, ഈ ഭാഗം സൗത്ത് ആണ്, ഈ ഭാഗം വെസ്റ്റ് ആണ്, ഈ ഭാഗം ഈസ്റ്റ് ആണ്. അപ്പോ ഈ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് എന്തായി, ഇക്വേറ്റർ ക്രോസ് ചെയ്ത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എത്തിയപ്പോൾ അത് അതിന്റെ റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങി. ഇവിടെ നമ്മൾ ലെഫ്റ്റിലേക്കാണ് പോവുക. കാരണം എന്താ, കാരണം അത് സദേൺ ഹെമിസ്ഫിയർ ആണ്, അതുകൊണ്ട് ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും. അങ്ങനെ ഇക്വേറ്റർ ക്രോസ് ചെയ്തുകൊണ്ട് അത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എത്തിയപ്പോൾ എന്തായി, അത് റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങി. റൈറ്റിലേക്ക് പോവാന്ന് പറയുമ്പോൾ ഇതിന്റെ ഈ ഒരു ആരോ മാർക്ക് ഏത് ഡയറക്ഷനില, ഇത് വരുന്നത് സൗത്തിന്റെയും വെസ്റ്റിന്റെയും ഇടയിൽ നിന്നാണ്. അപ്പോൾ സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ അത് വീശാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വീണ്ടും വരാം. ഓക്കെ, ദി പ്രഷർ ബെൽറ്റ്സ് ഓൾസോ ഷിഫ്റ്റ് സ്ലൈറ്റ്ലി നോർത്ത്വേർഡ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ദിസ്. നമ്മൾ പറഞ്ഞു പ്രഷർ ബെൽറ്റുകളെല്ലാം നോർത്തിലേക്ക് ഷിഫ്റ്റ്, കുറെ അല്പമായിട്ട് ഷിഫ്റ്റ് ചെയ്തു. ആൻഡ് ദി സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് ഓൾസോ ക്രോസ് ദി ഇക്വേറ്റർ. നമ്മളിപ്പോൾ വരച്ചു കാണിച്ചു, സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്തായി, ഇക്വേറ്റർ ക്രോസ് ചെയ്തു.
ഇക്വേറ്റർ ക്രോസ് ചെയ്തു ആൻഡ് മൂവ്സ് ടുവേർഡ്സ് ദി നോർത്ത് ആസ് ദി ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺസ് മൂവ്സ് നോർത്ത് വേർഡ് ഡ്യൂറിംഗ് ദി സമ്മർ ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ. അപ്പം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സംഭവം എപ്പോഴാണ് ഉണ്ടാവുക? നോർത്തേൺ ഹെമിസ്ഫിയറിലെ സമ്മർ ആവുന്ന സമയത്താണ് ഈ പറയുന്ന ഒരു മാറ്റം അവിടെ സംഭവിക്കുന്നത്. അപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ ആവുന്ന സമയത്ത് ഈ പ്രഷർ ബെൽറ്റുകളെല്ലാം നോർത്തിലേക്ക് മൂവ് ചെയ്യുന്നു. നോർത്തിലേക്ക് മൂവ് ചെയ്യുമ്പോൾ രണ്ട് ട്രേഡ് വിൻസും കൂട്ടിമുട്ടുന്ന ITCZ എന്ന് പറയുന്ന ഭാഗം, ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ, എന്ത് ചെയ്യുന്നു? അതും നോർത്തിലേക്ക് മൂവ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും താഴെ ഉണ്ടായിരുന്ന, ഒന്നുകൂടി നോക്കാം, സ്വാഭാവികമായിട്ടും താഴെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ ഉണ്ടായിരുന്ന ഈ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് എന്തായി? സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് നോർത്തിലേക്ക് എത്തി, അല്ലെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് എത്തി. നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് എത്തിയപ്പോൾ അത് കോറിയോലിസ് ഫോഴ്സ് കാരണം അതിന്റെ റൈറ്റിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ദെൻ ആസ് ദി ട്രേഡ് വിൻസ് ക്രോസ് ദി ഇക്വേറ്റർ, ട്രേഡ് വിൻസ് അങ്ങനെ താഴെയുള്ള സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് ഇക്വേറ്റർ ക്രോസ് ചെയ്തപ്പോൾ ദേ ഗെറ്റ് ഡിഫ്ലക്റ്റഡ് ആൻഡ് ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസ് ഡ്യൂ ടു ദി കോറിയോലിസ് എഫക്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഈ സെന്റൻസ് വായിക്കുന്നതിന് മുമ്പേ നമ്മൾ മുകളിൽ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഈ പറയുന്ന സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ഇക്വേറ്റർ ക്രോസ് ചെയ്തപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ഡിഫ്ലക്റ്റഡ് ആൻഡ് ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്. അത് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ് ആയി മാറി. എന്തുകൊണ്ട്? ഡ്യൂ ടു ദി കോറിയോലിസ് എഫക്ട്. കോറിയോലിസ് എഫക്ട് കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ കാറ്റുകൾ അതിന്റെ റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും, സദേൺ ഹെമിസ്ഫിയറിൽ കാറ്റുകൾ അതിന്റെ ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും നമ്മൾ പറഞ്ഞു. അപ്പൊ ലെഫ്റ്റിലേക്ക് പോയിക്കൊണ്ടിരുന്ന കാറ്റാണ് ഏത്? സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്. ആ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ ആവുന്ന സമയത്ത് എല്ലാ പ്രഷർ ബെൽറ്റുകളും കുറച്ച് നോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഈ രണ്ട് ട്രേഡ് വിൻസും കൂട്ടിമുട്ടുന്ന ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്ത് ചെയ്യുന്നു? ഇക്വേറ്ററിന് കുറച്ചും കൂടി നോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ഈ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസും അതിനനുസരിച്ച് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇക്വേറ്റർ ക്രോസ് ചെയ്ത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എത്തുന്നു. നോർത്തേൺ ഹെമിസ്ഫിയറിൽ എത്തുമ്പോൾ കോറിയോലിസ് എഫക്ട് കാരണം, കോറിയോലിസ് ഫോഴ്സ് കാരണം അത് റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നു. അങ്ങനെ ആ കാറ്റ് അതിന്റെ ദിശ മാറിയിട്ട് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡായി മാറുന്നു. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളായിട്ട് മാറുന്നു. ഓക്കെ, ദെൻ ദി ലോ പ്രഷർ ഫോംഡ് ഓവർ ദി ലാൻഡ് due to the intense day temperature attracts these sea winds and further contributes to the formation of southwest monsoon winds. ശ്രദ്ധിക്കാം, എന്താ പറയുന്നത്? ദി ലോ പ്രഷർ ഫോംഡ് ഓവർ ദി ലാൻഡ്, കരയുടെ മുകളിൽ ഫോം ചെയ്യപ്പെടുന്ന ലോ പ്രഷർ. നമ്മൾ പറഞ്ഞു നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഇപ്പോൾ സൂര്യൻ ഉള്ളത്. അപ്പോൾ സൂര്യപ്രകാശം കൂടുതൽ കിട്ടുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ പെട്ടെന്ന് ചൂടാവുക ഏതാ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഡിഫറൻസസ് ഇൻ ഹീറ്റിംഗ് എന്നൊരു പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. കരയാണ് പെട്ടെന്ന് ചൂടാവുക. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മൾ ആദ്യമേ പഠിച്ച കാര്യമാണ്, പ്രഷർ എന്താവും? കുറയും. അപ്പോൾ ലാൻഡ് മാസിന്റെ മുകളിൽ, ലാൻഡ് ഏരിയന്റെ മുകളിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ ദി ലോ പ്രഷർ ഫോംഡ് ഓവർ ദി ലാൻഡ് ഡ്യൂ ടു ദി ഇന്റൻസ് ഡേ ടെമ്പറേച്ചർ. അപ്പോൾ ഡേ ടെമ്പറേച്ചർ, പകല് ഈ ഒരു ചൂട്, സൂര്യപ്രകാശം കൂടുതലായതുകൊണ്ട് ലാൻഡിന്റെ മുകളിൽ, കരയുടെ മുകളിൽ ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും. ടെമ്പറേച്ചർ കൂടുമ്പോൾ പ്രഷർ കുറയും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ലാൻഡിന്റെ മുകളിൽ എന്താ ഉള്ളത്? ലോ പ്രഷർ ആണ് ഉള്ളത്. അപ്പൊ ലോ പ്രഷർ ആവുന്ന സമയത്ത് തന്നെ നമുക്കറിയാം കാറ്റ് എവിടെ നിന്ന് എവിടേക്കാ വീശുക? ഹൈ പ്രഷറിന്ന് ലോ പ്രഷറിലേക്കാ വീശുക. സോ ദി ലോ പ്രഷർ ഫോംഡ് ഓവർ ദി ലാൻഡ് ഡ്യൂ ടു ദി ഇന്റൻസ് ഡേ ടെമ്പറേച്ചർ attracts these sea winds and further contributes to the formation of the southwest monsoon winds. അപ്പോൾ കരയുടെ മുകളിൽ ലോ പ്രഷർ ഫോം ചെയ്യുമ്പോൾ ഹൈ പ്രഷർ ആയിട്ടുള്ള കടലിന്റെ മുകളിൽ നിന്ന് എവിടേക്ക് കാറ്റ് വീശും? ഈ കരയിലേക്ക് കാറ്റുകൾ വീശും. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണുന്നത് പോലെ ഈ ഒരു മുകൾ ഭാഗത്ത് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗം ഏതാ? ഇത് ലാൻഡ് ഏരിയ ആണ്. താഴെ നമ്മൾ കാണുന്നത് ഓഷ്യൻ ഏരിയ ആണ്. ഓക്കെ, ഇവിടെ നമ്മുടെ ഇന്ത്യ ഉണ്ട്, പക്ഷെ ഒരുപക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ക്ലിയർ ആയിരിക്കും. ഈ ഒരു ടെക്സ്റ്റിൽ ഒരു അല്പം ക്ലാരിറ്റി കുറവുണ്ട്. എന്താ, ഇവിടെ നമ്മുടെ ഇന്ത്യ രാജ്യമാണ് കിടക്കുന്നത്. ഓക്കെ, ഇന്ത്യ ഇവിടെ ഉണ്ട്. അത് ഒരു ക്ലാരിറ്റി കുറഞ്ഞ ഒരു ചിത്രം പോലെയാണ് ഉള്ളത്. ഒന്ന് ബോൾഡ് കൂട്ടാൻ കഴിയുമോ നോക്കട്ടെ, ബോൾഡ് ആക്കാൻ കഴിയുമോ നോക്കട്ടെ. ഓക്കെ,
അപ്പോൾ ഇവിടെ നമ്മുടെ ഇന്ത്യ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇന്ത്യ ഉൾക്കൊള്ളുന്ന ഈ ഒരു ഭാഗം മുഴുവൻ ഏതാ? ഇത് ഏഷ്യൻ ലാൻഡ് മാസ് ആണ്, ഏഷ്യൻ വൻകരയുടെ ഭാഗമാണ്. അപ്പോൾ ഇവിടെ ഇന്ത്യയും ഏഷ്യയും ഒക്കെ എവിടെ കിടക്കുന്നത്? അതൊക്കെ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന ഈ ഒരു പീരീഡിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ സീസൺ ആണ്. അപ്പോൾ ഈ സമയത്ത് ഇവിടെ ലാൻഡിന്റെ മുകളിൽ എന്താണ്? ലാൻഡിന്റെ മുകളിൽ ലോ പ്രഷർ ആണ്. ഹൈ പ്രഷർ എവിടെയാണ് കിടക്കുന്നത്? ഹൈ പ്രഷർ കിടക്കുന്നത് ഈ ഓഷ്യൻ പാർട്ടിലാണ്. അപ്പോൾ ഹൈ പ്രഷറിന് എവിടേക്ക് കാറ്റ് വീശും? ഹൈ പ്രഷറിന് ലോ പ്രഷറിലേക്കാണ് എപ്പോഴും കാറ്റ് വീശുക. അപ്പോൾ കടലിന്റെ മുകളിൽ നിന്ന് വീശുന്ന കാറ്റായതുകൊണ്ട് തന്നെ മോയ്സ്ചർ കണ്ടന്റ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ജലാംശമുള്ള ഈർപ്പമുള്ള കാറ്റുകൾ ഈ ഓഷ്യന്ന് എവിടേക്ക് വീശുന്നു? ലാൻഡ് ഏരിയയിലേക്ക്, അല്ലെങ്കിൽ പിന്നെ ഏഷ്യൻ കോണ്ടിനെന്റിലേക്ക്, ഏഷ്യൻ ലാൻഡ് മാസിലേക്ക് വീശുന്നു. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കാം. So the low pressure formed over the land due to the intense day temperature attracts these sea winds and further contributes to the formation of the southwest monsoon winds. അങ്ങനെ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡുകൾ അവിടെ ഫോം ചെയ്യപ്പെടാം. ഓക്കെ, അത് സൗത്ത് വെസ്റ്റ് ആവാനുള്ള കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു. നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് എത്തുമ്പോൾ കാറ്റ് എപ്പോഴും എന്ത് ചെയ്യും? അതിന്റെ റൈറ്റിലേക്കാണ് ഡിഫ്ലക്ട് ചെയ്യുക. അതിന്റെ സഞ്ചാര ദിശയുടെ റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും. അപ്പോൾ ഒന്ന് വരച്ച് പറയുകയാണെങ്കിൽ ഞാനൊന്ന് ശ്രമിക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾ നമ്മളൊരു ഭൂമി വരച്ചു. അതിന് നോർത്തേൺ ഹെമിസ്ഫിയറും സദേൺ ഹെമിസ്ഫിയറും ആക്കി. അപ്പോൾ ഇവിടുന്ന് സദേൺ ഹെമിസ്ഫിയറിൽ ഉണ്ടായിരുന്ന സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡുകൾ, അല്ലെ, ഈ ഡയറക്ഷനിൽ വീശുന്ന സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡുകൾ ഇക്വേറ്റർ ക്രോസ് ചെയ്തപ്പോൾ എന്തായി? അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ട് പോയി? ഇക്വേറ്റർ ക്രോസ് ചെയ്തപ്പോൾ റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങി. റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യാന്ന് പറയുമ്പോൾ അത് ഏതാ ഡയറക്ഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ എന്ന് എഴുതാം. ഈ ഭാഗം ഏതാ? അത് നോർത്ത് ആണ്, ഇത് സൗത്ത് ആണ്, ഇത് വെസ്റ്റ് ആണ്, ഇത് ഈസ്റ്റ് ആണ്. അപ്പോൾ ഈ കാറ്റുകൾ ആദ്യം വീശിയിരുന്നത് സദേൺ ഹെമിസ്ഫിയറിൽ വീശിയിരുന്നത് ഏത് ഡയറക്ഷനിലാണ്? സൗത്തിന്റെയും ഈസ്റ്റിന്റെയും ഇടയിലാണ്. അപ്പൊ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് ആയിരുന്നു. അത് ഇക്വേറ്റർ ക്രോസ് ചെയ്ത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എത്തിയപ്പോൾ അത് അതിന്റെ റൈറ്റിലേക്ക്, നേരെയാണ് ഇങ്ങനെയാണ് പോവേണ്ടിയിരുന്നത്, പക്ഷെ അതെന്ത് ചെയ്തു? അത് അതിന്റെ റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്തു, അല്ലെ? റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്തു. അതിനുള്ള കാരണം കോറിയോലിസ് ഫോഴ്സ് ആണ്, നമ്മൾ പഠിച്ചു. അപ്പോൾ കോറിയോലിസ് ഫോഴ്സ് കാരണം റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നു. ഏത് ഡയറക്ഷനിലാണ് അപ്പൊ വീശുന്നത്? ഇങ്ങനെ നേരെ ആയിരുന്നെങ്കിൽ അത് വെസ്റ്റ് നിന്ന് വീശുന്ന കാറ്റാണ്. ഓക്കെ, ഇങ്ങനെ കുത്തനെ ആയിരുന്നെങ്കിൽ അത് സൗത്ത് നിന്ന് വീശുന്ന കാറ്റാണ്. ഇവിടെ അത് രണ്ടും അല്ല. അപ്പോൾ ഏതാ? രണ്ടിനും ഇടയെന്നാണ്. അതായത് സൗത്തിന്റെയും വെസ്റ്റിന്റെയും ഇടയെന്നാണ് വീശുന്നത്, അല്ലെ? ഈ ഭാഗത്തു നിന്നാണ് വീശുന്നത്, ഈ ഡയറക്ഷനിലാണ്. അതുകൊണ്ട് തന്നെ സൗത്ത് വെസ്റ്റ് വിൻഡ് ആണ്. ഓക്കെ, ഈ പ്രതിഭാസത്തിനെ നമ്മൾ മൺസൂൺ എന്നാണല്ലോ വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന സൗത്ത് വെസ്റ്റ് മൺസൂൺ. ഓക്കെ, സൗത്ത് വെസ്റ്റ് മൺസൂൺ മീൻസ് അങ്ങനെയാണ് ഫോം ചെയ്യപ്പെടുന്നത്. ഓക്കെ, സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. ഇനി as a result of the formation of high pressure zones over the Asian landmass and low pressure zones over the Indian Ocean during winter, the northeast trade winds get strengthened. These are the northeast monsoon winds. എന്താ പറയുന്നത്? നമ്മൾ പറഞ്ഞല്ലോ, മൺസൂൺ എന്ന് പറയുമ്പോൾ ഒരു വർഷം തന്നെ അതിന്റെ റിവേഴ്സൽ ഉണ്ടാവും. അഥവാ നേരത്തെ പോയിട്ടുള്ള അതേ ഡയറക്ഷനിൽ തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വീശുന്ന ഒരു പ്രതിഭാസമാണ് എന്ത്? മൺസൂൺ എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോ നമ്മൾ പറഞ്ഞു എങ്ങോട്ടാ പോയത്? ഇന്ത്യൻ ഓഷ്യന്ന് ഏഷ്യൻ പിന്നെ കോണ്ടിനെന്റിലേക്കാണ്, അല്ലെങ്കിൽ ഏഷ്യൻ ലാൻഡ് മാസിലേക്കാണ് പോയത്, വൻകരയിലേക്കാണ് പോയത്. അത് എവിടെ? നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ ആവുന്ന സമയത്ത്. ഇനി നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിന്റർ ആവുന്ന സമയത്തോ നേരെ തിരിച്ച് സംഗതികളൊക്കെ നേരെ തിരിച്ചായി മാറും. ശ്രദ്ധിക്കാം.
As a result of the formation of high pressure zones over the Asian land mass, ഏഷ്യൻ വൻകരയുടെ മുകളിൽ ഹൈ പ്രഷർ ആവുന്ന സമയത്ത്, എപ്പോഴാണ് ഹൈ പ്രഷർ ആവുക? അവിടെ ടെമ്പറേച്ചർ കുറയുമ്പോൾ കര പെട്ടെന്ന് തണുക്കും അല്ലേ? അപ്പോൾ വിന്റർ സീസണിൽ ഏഷ്യൻ ലാൻഡ് മാസിന്റെ മുകളിൽ ഹൈ പ്രഷർ ഫോം ചെയ്യപ്പെടും. അപ്പൊ എവിടെയാ ലോ പ്രഷർ ഉണ്ടാവുക? ലോ പ്രഷർ ഇന്ത്യൻ ഓഷ്യന്റെ മുകളിലായിരിക്കും. ഓക്കെ, ഒന്നുകൂടി ഞാൻ ഇവിടെ വരയ്ക്കാം. അപ്പോ ഈ കാണുന്ന ഏഷ്യൻ വൻകരന്റെ മുകളിൽ ഏതാണ്? ഏഷ്യൻ വൻകരന്റെ മുകളിൽ ഹൈ പ്രഷറും അതേപോലെ ഇന്ത്യൻ ഓഷ്യന്റെ ഭാഗത്ത് ലോ പ്രഷർ ആവും. നമുക്കറിയാലോ ഹൈ പ്രഷറിന് ലോ പ്രഷറിലേക്കാണ് എന്ത് ചെയ്യുക? കാറ്റ് വീശുക. അപ്പോൾ ഈ ഹൈ പ്രഷർ ഇവിടെ ആവുന്നത് എപ്പോഴാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിന്റർ ആവുന്ന സമയത്ത് ഈ ലാൻഡ് മാസ് ഹൈ പ്രഷർ ആയിരിക്കും. അതേപോലെ ഇന്ത്യൻ ഓഷ്യന്റെ ഭാഗം ലോ പ്രഷർ ആയിരിക്കും. ഹൈ പ്രഷറിന് ലോ പ്രഷറിലേക്ക് കാറ്റ് വീശും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെയും കോറിയോലിസ് എഫക്റ്റ് ബാധകമാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ ഏതായാലും കാര്യം നമ്മൾ പറഞ്ഞു. ഇനി as a result of the formation of high pressure zones over the Asian landmass and low pressure zone over the Indian Ocean during winter, the northeast trade winds get strengthened. അപ്പോൾ ആ സമയത്ത് വീശുന്ന കാറ്റാണ് ഇത് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്ന് പറയുന്നത്. നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്. ഓക്കെ, നേരത്തെ വീശിയിരുന്ന കാറ്റ് അഥവാ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ ആയിരുന്ന സമയത്ത് വീശിയിരുന്ന കാറ്റ് ഏതാ? സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണ്, ഇവിടുന്ന് അങ്ങോട്ട് അല്ലെ? ഇനി നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിന്റർ ആവുന്ന സമയത്ത് ലാൻഡ് ഏരിയന്റെ മുകളിൽ ഹൈ പ്രഷറും ഓഷ്യൻ ഏരിയന്റെ മുകളിൽ ലോ പ്രഷറും ആകുമ്പോൾ ഏത് കാറ്റാ? നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡാ. ഓക്കെ, നമുക്ക് ഒന്നുകൂടി അതിന്റെ ഡയറക്ഷൻ ഒന്ന് വരച്ചു നോക്കാം. ഞാൻ ഒന്നുകൂടി സ്ക്രീനിൽ ഒന്ന് വരയ്ക്കാം. ഓക്കെ, അതായത് ഒന്നുകൂടി ഞാൻ ആദ്യം ഡയറക്ഷൻ മാർക്ക് ചെയ്യാം. ഇത് നോർത്ത് ഡയറക്ഷൻ, ഇത് സൗത്ത് ഡയറക്ഷൻ, ഇത് വെസ്റ്റ്, അതേപോലെ ഈസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ഡയറക്ഷന് ഇങ്ങനെ വീശുന്ന കാറ്റുകളാണ് നമ്മൾ എന്ത് പറഞ്ഞത്? സൗത്തിന്റെയും വെസ്റ്റിന്റെയും ഇടയിൽ നിന്ന് വീശുന്ന കാറ്റുകളാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ് നമ്മൾ പറഞ്ഞത്. അത് നോർത്തേൺ ഹെമിസ്ഫിയറിലെ സമ്മർ സീസൺ ആവുന്ന സമയത്ത് ഇന്ത്യൻ ഓഷ്യന്റെ മുകളിൽ നിന്ന് ഏഷ്യൻ ലാൻഡ് മാസിലേക്കാണ് വീശുന്നത്. ഇനി നേരെ തിരിച്ച്, അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിന്റർ ആവുന്ന സമയത്ത് ഏഷ്യൻ ലാൻഡ് മാസിന്റെ മുകളിൽ ഹൈ പ്രഷറും ഇന്ത്യൻ ഓഷ്യന്റെ മുകളിൽ ലോ പ്രഷർ ആവുന്ന സമയത്ത്, ഓക്കെ, ലോ പ്രഷർ ആവുന്ന സമയത്ത് ഏഷ്യൻ ലാൻഡ് മാസിന്റെ മുകളിൽ നിന്ന് ഇന്ത്യൻ ഓഷ്യനിലേക്ക് വീശുന്ന കാറ്റ്. ഓക്കെ, ആ കാറ്റിന്റെ ഡയറക്ഷൻ ഏതാ? ആ കാറ്റിന്റെ ഡയറക്ഷൻ ഇപ്പൊ നമ്മൾ വീശിയ കാറ്റിന്റെ ഡയറക്ഷൻ ഏതാണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതായത് നോർത്ത് ഈസ്റ്റിലേക്കാണല്ലോ അത് വീശിയത്. സൗത്ത് വെസ്റ്റ് നിന്ന് നോർത്ത് ഈസ്റ്റിലേക്ക് വീശി. അപ്പോ നോർത്ത് ഈസ്റ്റ് നിന്നാണ് ആ കാറ്റ് ഇങ്ങോട്ട് വീശുന്നത്. ഓക്കെ, നേരത്തെ വീശിയത് ഏത് ഡയറക്ഷനിലാണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കാറ്റിന്റെ. അത് നമ്മൾ പറഞ്ഞത് മൺസൂൺ എന്ന് പറയുന്ന പ്രതിഭാസം അതാണ്. എങ്ങോട്ടാണോ കാറ്റ് വീശിയത് ആ ഡയറക്ഷനിലേക്ക് തിരിച്ചു വീശും അതേ വർഷം തന്നെ. അങ്ങനെയുള്ള പ്രതിഭാസമാണ് ഇത് മൺസൂൺ എന്ന് പറയുന്ന പ്രതിഭാസം. ഓക്കെ, അപ്പൊ കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ബോർഡ് ഇല്ലാതെ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഏതായാലും as a result of the formation of high pressure zone over the Asian landmass and low pressure over Indian Ocean during winter, the northeast trade winds get strengthened. അപ്പോൾ northeast trade wind ഉണ്ടാവുന്നു നമ്മൾ നോക്കി. These are the northeast monsoon wind. അപ്പോൾ ഈ northeast trade wind ആണെന്ത്? നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡ്. ഈ പ്രതിഭാസം മൺസൂൺ ആയതുകൊണ്ട് നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡ് എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നു. വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. Now, haven't you understood why the phenomenon called monsoon undergoes seasonal reversal of wind in a year? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഒരു വർഷത്തിനുള്ളിൽ തന്നെ കാറ്റിന്റെ ദിശ വിപരീതമാകുന്ന, അല്ലെ, കാറ്റ് വിപരീത ദിശയിൽ വീശുന്ന മൺസൂൺ എന്ന പ്രതിഭാസം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ ഈ ഒരു ക്ലാസ് ഈ ഒരു മൺസൂൺ വിൻഡുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് ലാൻഡ് ബ്രീസും സീ ബ്രീസും അതേപോലെ മൗണ്ടൻ ആൻഡ് വാലി ബ്രീസ് ഒക്കെ നോക്കാനുണ്ട്. അതും കൂടി ഇപ്പൊ പറഞ്ഞ് കൺഫ്യൂസ് ആക്കാൻ ഒരു വഴി ഉണ്ടാക്കുന്നില്ല. അപ്പൊ ഏതായാലും ഈ ഒരു മൺസൂൺ വിൻഡ് കൃത്യമായിട്ട് നോക്കുക. എല്ലാ വർഷവും എക്സാമിന് ചോദിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു
മറ്റൊരു ചാപ്റ്ററിലും കൂടി നമുക്ക് മൺസൂൺ വിൻഡുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട്. അപ്പോൾ അവിടേക്ക് ഉപകാരപ്പെടണമെങ്കിൽ ഇവിടെ ഈ ഒരു കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഏറ്റവും ആദ്യ 3 പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതൊക്കെയാണ്. അതായത് മൺസൂൺ വിൻഡിന്റെ പിന്നെ ഫോർമേഷന് കാരണമാവുന്ന ഫാക്ടേഴ്സ്, അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ, കോറിയോലിസ് ഫോഴ്സ് ആൻഡ് ഡിഫറൻസസ് ഇൻ ഹീറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഈ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ ആവുന്ന സമയത്ത് അവിടെ ലോ പ്രഷർ ഫോം ചെയ്യും. ഈ പറയുന്ന ട്രേഡ് വിൻഡുകൾ, 2 ഹെമിസ്ഫിയറിലെയും ട്രേഡ് വിൻഡുകൾ ഇന്റർസെക്ട് ചെയ്യുന്ന ITCZ ഇന്റർട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ എന്ത് ചെയ്യുന്നു, അത് ഒരു നോർത്ത് വേർഡ് ഷിഫ്റ്റ് ഉണ്ടാവുന്നു. നോർത്ത് വേർഡ് ഷിഫ്റ്റ് ഉണ്ടാവുന്ന സമയത്ത് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ഇക്വേറ്റർ ക്രോസ് ചെയ്ത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എത്തുമ്പോൾ അത് റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്ത് അത് സൗത്ത് വെസ്റ്റ് ട്രേഡ് വിൻഡായി മാറുന്നു. ആ സൗത്ത് വെസ്റ്റ് ട്രേഡ് വിൻഡിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ് എന്ന് വിളിക്കുന്നു. അതേപോലെ സീസൺ മാറുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിന്റർ ആവുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അല്ലെ, നോർത്ത് ഈസ്റ്റ് ഡയറക്ഷന് കാറ്റ് വീശും. അത് നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡ് എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. പക്ഷെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ശരിക്കും നോക്കുക. അതേപോലെ ഇതിന്റെ വീഡിയോ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഈ മൺസൂൺ പ്രതിഭാസത്തിന്റെ വീഡിയോന്റെ ഒരു ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അതുകൂടി ക്ലിക്ക് ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാകാൻ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.